ബലിപെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടന്ന ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. UAE ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകളും പങ്കുവച്ചു. ബലിപെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങി UAE. ഈദ് നമസ്കാരത്തിനായി പള്ളികളും ഈദ്ഗാഹ് മൈതാനങ്ങളും സജ്ജമായി. ദുബായിലും ഷാർജയിലുമായി മലയാളത്തിലുള്ള 3 ഈദ്ഗാഹുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററും അൽമനാർ ഇസ്ലാമിക് സെന്ററുമാണ് ദുബായിലെ ഈദ്ഗാഹുകൾ ഒരുക്കുന്നത്. അൽഖുസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലവി മൻസൂർ മദീനിയും കിസിസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാടും ഈദ്ഗാഹിന് നേതൃത്വം നൽകും. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ മലയാളം ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകുക. 10,000-കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കാളികളാകും. UAE-യിൽ അബുദാബി എമിറേറ്റിൽ പുലർച്ചെ 5:50-നാണ് പ്രാർത്ഥനാ സമയം. ദുബായിൽ 5:45-നും ഷാർജ അജ്മാൻ എമിറേറ്റുകളിൽ 5:44-നുമായിരിക്കും പ്രാർത്ഥന. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അടക്കമുള്ള ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നേർന്നു. സൗദി, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലും പെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതേസമയം ഒമാനിൽ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ. ജനം, ദുബായ്.